ഹലോ ഉദ്യോഗാർത്ഥികളെ, PSC റൈറ്റ് പാത്തിൻ്റെ മാജിക്കൽ ചെയിൻ സീരീസ് ക്വസ്റ്റ്യൻസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഈ ഒരു സീരീസിൽ നമ്മൾ കൂടുതലായി സയൻസ് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അത് മിക്കതും PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് താനും. നിങ്ങൾ ഈ ഒരു വീഡിയോ 3 തവണയെങ്കിലും തുടർച്ചയായിട്ട് കാണണം. എങ്കിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. ആ 3 തവണ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഓരോ ചോദ്യങ്ങൾ കിട്ടുന്നുണ്ടോ, ആ ചോദ്യങ്ങളുടെ ആൻസറുകളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ, അടുത്ത ചോദ്യം ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുന്നുണ്ടോ, അതിൻ്റെ ആൻസർ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ വന്നാലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുതലായി എന്ന് പറയാൻ പറ്റുക. നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടനിസം. ജോൺ ഡാൾട്ടനാണ് 1808 ആറ്റം കണ്ടുപിടിച്ചിട്ടുള്ളത്. ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിക്കുന്നത് അതിന്റെ ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിനേക്കാൾ 10 മടങ്ങ് അധികമാണ് അതിന്റെ ആറ്റത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ ചേർന്നതാണ് ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് ആ ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാക്ക് നമ്പർ എന്ന യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വിമാനം, മിസൈൽ എന്നിവയുടെ വേഗത അളക്കുന്നത്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. ഈ ടെസി തോമസ് ആണ് അഗ്നിപുത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഗ്നിപുത്രി എന്ന മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളിയാണ് SL പുരം സദാനന്ദൻ. ഒന്നുകൂടി ആവർത്തിക്കുക. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടനിസം. ജോൺ ഡാൾട്ടനാണ് 1808 ആറ്റം കണ്ടുപിടിച്ചിട്ടുള്ളത്. ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിക്കുന്നത് അതിന്റെ ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിനേക്കാൾ 10 മടങ്ങ് അധികമാണ് അതിന്റെ ആറ്റത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ ചേർന്നതാണ് ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് ആ ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാക്ക് നമ്പർ എന്ന യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വിമാനം, മിസൈൽ എന്നിവയുടെ വേഗത അളക്കുന്നത്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. ഈ ടെസി തോമസ് ആണ് അഗ്നിപുത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഗ്നിപുത്രി എന്ന മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളിയാണ് SL പുരം സദാനന്ദൻ. ഒരാവർത്തി കൂടി നിങ്ങൾ കേൾക്കാട്ടോ. ഇതോടെ നിങ്ങൾക്ക് ഈ ഒരു 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എളുപ്പത്തിൽ മനസ്സിലായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും